അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 വിന്നർ ജിൻഡോ ബോഡിക്രാഫ്റ്റ്. ജിൻഡോ ആയിരിക്കുകയാണ് ഗായ്സ്. അവസാനം അതുതന്നെ സംഭവിച്ചു. എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് റിയാലിറ്റി, ഇതാണ് ട്രൂത്ത്, ഇതാണ് സത്യം. അതായത് ജിൻഡോനെ മണ്ടൻ എന്ന മുദ്രയും കുത്തി, മണ്ടൻ എന്ന ക്യാപ്ഷനും ഇട്ട്, മണ്ടൻ എന്നൊരു ട്രോഫിയും കൊടുത്ത ലാലേട്ടൻ വെച്ച അതേ മണ്ടൻ എല്ലാവരും എല്ലാം ഒറ്റപ്പെട്ടു, എല്ലാവരും ഒതുക്കി, എല്ലാവരും ചീത്ത പറഞ്ഞു, എല്ലാവരും അവനെ ഷൊട്ടയെന്ന് വിളിച്ചു, എല്ലാവരും ജിൻഡോവിനെ പറയാത്തതൊന്നുമില്ല. 8ാം വീക്ക് മുതൽ ജിൻഡോവിൻ്റെ ഗ്രാഫ് അങ്ങ് കയറാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 13ാം ആഴ്ച വരയ്ക്കും ജിൻഡോവിൻ്റെ ഗ്രാഫ് ടോപ്പിൽ തന്നെയായിരുന്നു. അത് ആർക്കും അറിഞ്ഞില്ല. പുറത്ത് പോയിട്ട് അകത്ത് വന്നവരും പോലും അതേ കളിയെ കളിച്ച് അറിയാത്ത പോലെ. എന്തിനാണ് ചെയ്യുന്നത് അറിയില്ല. പക്ഷേ ജിൻഡോ അവസാനം വിന്നറായി ഗൈസ്. അപ്പോഴും അവിടെ ലാസ്റ്റ് വന്നിരുന്നത് എന്താ പറയുക, അഭിഷേകായിരുന്നു. അഭിഷേകിലും 2 പേരും 29% വന്നു നിന്നു. പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഒരു ഉയർച്ച വന്നത് ജിൻഡോ തന്നെയായിരുന്നു. കാരണം ജിൻഡോൻ്റെ വോട്ടിൻ്റെ സ്ഥാനം ഒരുപാട് ദൂരം പറയാൻ പറ്റില്ല. ലക്ഷങ്ങളുടെ ഡിഫറൻസ് ആയിരുന്നു അർജുനും അതേപോലെ ജിൻഡോൻ്റെ വോട്ടിൽ. ആ ശതമാനമാണ് ഇവിടെ ഫൈനൽ വോട്ടിങ്ങിൽ ആ സ്റ്റേജിൽ നടന്നത്. അപ്പോൾ അവസാനം ജിൻഡോ ജയിച്ചു ഗൈസ്. അതേപോലെ ജിൻഡോനെ 50 ലക്ഷത്തിൻ്റെ ചെക്കും കൊടുക്കുന്നു, അതേപോലെ ട്രോഫി ആയിട്ട് വാങ്ങുന്നു. ആ സമയത്ത് നമ്മൾ ഇത് കാണിക്കുന്നത് ഇതായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ജിൻഡോന് എതിരെ പറഞ്ഞ ആൾക്കാർ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞറിയാം. മരമട്ടൻ സായിക എന്തൊക്കെയാണ് പറഞ്ഞ് അറിയാം. ഗബ്രിയും ജാസ്മിനും ജിൻഡോനെ കയറുന്നുള്ള ജാസ്മിനെ കിട്ടുക. ആ ജാസ്മിൻ തന്നെ കിട്ടണമെന്ന് അവനൊക്കെ അവിടെ എന്താ പറയുക അംബാസിഡറായിട്ട്, അത് ജാസ്മിൻ അംബാസിഡറായിട്ട് പോയതുപോലെ ആണ് അവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം. അതേപോലെ ആ സായിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സായിനൊക്കെ ക്യാമറ പോലും കാണിച്ചില്ല. ക്യാമറ ഓരോ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ വെറുതെ ഓട്ടുമായിരുന്നു. അതിൽ പോലും ഈ സായിനെ അവിടെ കാണിച്ചില്ല. നമ്മൾ പോയി അതിൽ വന്ന് സായി വന്നിട്ട് വന്നു. അത്രയും നെഗറ്റിവിറ്റിയാണ് പോയിരിക്കുന്നത്. ഈവൻ ഏഷ്യനെറ്റ് പോലും സായി എന്ന സീക്രട്ട് ഏജൻറ്റ് കാണിച്ചില്ല എന്നാണ് കള്ളൻ. ജിൻഡോന് ആദ്യമൊക്കെയുള്ള ഫൈനാലിലേക്കുള്ള യാത്രയിൽ സപ്പോർട്ടിന് ആരും ഉണ്ടായിരുന്നില്ല. അതേപോലെ ഈ നോറയെ പോലെ തന്നെ സപ്പോർട്ടിന് ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റ കുട്ടി ഉണ്ടായിരുന്നില്ല. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന അഭിഷേക് ജയദീപ് മാത്രമായിരുന്നു ഒരു സപ്പോർട്ടിനായിരുന്നു. പുറത്ത് പോയിട്ടും സപ്പോർട്ട് ചെയ്ത ഒരു ഏക വ്യക്തി അഭിഷേക് ജയദീപ് മാത്രമുള്ള. വരാതെ ഈവൻ എന്താ പറയുക, ഐ തിങ്ക് ജാൻമണി കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റ് ആരും ഒരൊറ്റ കൊഞ്ഞ് പോലും ജിൻഡോന് സപ്പോർട്ട് ചെയ്യുന്നില്ല. മാനസികമായിട്ട് പോലും ഫിസിക്കലി പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലാതെ വേറെ കാണിച്ചു കൂട്ടുക മാത്രമായിരുന്നു. ഗബ്രിയൊക്കെ പോയി വന്ന ശേഷം വെറുതെ കെട്ടിപ്പിടിച്ച് ആക്ഷൻ കാണിക്കുകയായിരുന്നു. എല്ലാം അവരൊക്കെ പ്ലാൻഡായിരുന്നു ജിൻഡോ കിട്ടരുത് എന്നുള്ളത്. പക്ഷേ അതാണ് സത്യം ജയിക്കുന്നുള്ളത്. ജിൻഡോ നേരോടെ നിന്നതാണ് അതാണ് അർത്ഥം. ലാസ്റ്റ് ജിൻഡോൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. അതായത് ജിൻഡോയും ഗബ്രിയും ഒരു വർഷം ലാലേട്ടൻ പുറത്താക്കുന്നുണ്ട്. പിന്നെ അകത്ത് കയറിയ ശേഷം ജിൻഡോ ശരിക്കും ഷേപ്പപ്പ് ചെയ്യായിരുന്നു. അതായത് ഞാൻ സ്റ്റഡിയായി പറ്റൂ എന്നുള്ള ഒരൊറ്റ വാശിയോടെ ജിൻഡോ വന്നു. ആരെയും തെളി വിളിക്കാതെ എല്ലാം പറഞ്ഞ് കേട്ട് കുറച്ച് നിൽക്കാം. പക്ഷേ കുറേ മണ്ടത്തരമൊക്കെ ഉണ്ട്. അത് കുറേയൊക്കെ മണ്ടത്തരം ഉണ്ട്. പക്ഷേ എന്നാലും ജിൻഡോ വളരെ സ്റ്റഡി. ആ സ്റ്റഡിനെസ്സാണ് ജിൻഡോനെ ഇന്ന് വിജയത്തിലേക്ക് എത്തിച്ചത്.